എല്ലാവർക്കും പടം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പ്ലീസ് മീറ്റ് ദ കാസ്റ്റ് ഓഫ് വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി. താങ്ക് യു. ഇത്രയും ഈ പ്രതികൂല സാഹചര്യത്തിൽ എന്തായാലും ഇന്ന് മാത്രമാണ് മഴ കുറഞ്ഞു വന്നത്. എങ്കിലും നിങ്ങളെല്ലാവരും വന്നതിലും ഞങ്ങളുടെ പടം കണ്ടതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു. വന്നതിന് ആദ്യം തന്നെ ഒരുപാട് താങ്ക് യു. ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടമായോ? ഓ താങ്ക് യു സോ മച്ച്. എല്ലാം വർക്കാണോ? കോമഡി ആക്ഷൻ ഒക്കെ വർക്കാണോ? ശരി, താങ്ക് യു സോ മച്ച്. മുബിൻ ആക്ടർ, ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പുതിയൊരു ആക്ടറാണ്. ഒരുപാട് സന്തോഷം. ഞാൻ ആദ്യമായിട്ട് ഒരു തിയേറ്റർ വിസിറ്റിന് വന്നതുകൊണ്ട് എന്താ പറയണ്ടെന്ന് ഓക്കെ അല്ലല്ലോ? പൊളിച്ചില്ലേ? താങ്ക് യു സോ മച്ച്. പടം കണ്ടു ബ്രോ? പടം കണ്ടു? കൊള്ളാം. ജോണർ എന്തായിരുന്നു? ത്രില്ല്, കോമഡി ഒക്കെ വർക്കൗട്ട് പണ്ടത്തെ പ്രശ്നങ്ങളെ പോലെ കോമഡിയൊക്കെ അത്യാവശ്യം ഇഷ്ടപ്പെട്ടു. എല്ലാവരും പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ട്? കൊള്ളാം. അദ്ദേഹം ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്, പോലീസ് എങ്ങനെയായിരുന്നു? ഓഡിയൻസിൻ്റെ കൂടെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? എക്സ്പീരിയൻസ് എനിക്ക് ഫസ്റ്റ് ടൈമാണിത്. അപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. പിന്നെ ആദർശ ഇങ്ങനെ ഈ കോമഡി സിനിമകളല്ല നമ്മൾ കണ്ടുവരുന്നത്. ഇതിൽ നിന്നൊരു വ്യത്യസ്തമായിട്ട് ഇതിനകത്തേക്ക് വിളിച്ചപ്പോൾ ഒരു പ്രത്യേക ചേഞ്ചാണ്. നമ്മളൊരിക്കലും ആദർശമായിട്ട് നിന്ന് ഇങ്ങനെ ഒരു ത്രില്ലർ മോഡൽ പെട്ടെന്നാണ് ഇവിടെ ഇങ്ങനെ ടേൺ കഥ മാറിക്കൊണ്ടിരിക്കുന്നത് പെട്ടെന്നാണ് കിട്ടുന്നത്. അടിപൊളി. നമ്മുടെ സിനിമയുടെ സക്സസ് നമ്മൾ കേക്ക് മുറിച്ച് ആഘോഷിച്ചിരിക്കുകയാണ്. എല്ലാവരിലും നിങ്ങളെല്ലാവരും സ്പ്രെഡ് ചെയ്യുക, എല്ലാവരും അറിയിക്കുക. നമ്മുടെ ഈ സിനിമയുടെ വിജയം എല്ലാവരിലും എത്തിക്കുക. ഒത്തിരി സന്തോഷം കേട്ടോ. ഇവിടെ മുബിനുണ്ട്, മലയാള സിനിമയ്ക്ക് കിട്ടിയ പുതിയൊരു നായകനാണ്. ഗംഭീരമായിട്ട് നല്ല പെർഫോമൻസായിരുന്നു. ദേവു ഗംഭീരം, എല്ലാവരും നല്ല തകർത്ത് അഭിനയിച്ചതാണ് എല്ലാവരും. ഒത്തിരി ശിവജിത്താണെങ്കിലും ഇതിൽ അഭിനയിച്ചവരെല്ലാവരും നല്ല പെർഫോമൻസാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ഇതെല്ലാവരും എത്തിക്കുക. എടുത്തു പറയേണ്ട റിയാസ് ഖാൻ ഇതുവരെ അദ്ദേഹം ചെയ്ത ക്യാരക്ടറിൽ വേറെ വെറൈറ്റി അല്ലേ, വേറിട്ട് നിൽക്കുന്ന ഒരു കഥാപാത്രം റിയാസ് ഖാൻ. എല്ലാവരും വഹിച്ചാണെങ്കിലും എല്ലാവരും താങ്ക് യു. അപ്പോൾ എല്ലാവരും സിനിമ തിയേറ്ററിൽ കാണണം. ഭയങ്കര നല്ല റെസ്പോൺസാണ്. തിയേറ്ററിൽ കാണണം. മുബിൻ ഒരു ഫസ്റ്റ് അപ്പിയറൻസ് ആണല്ലോ നമ്മുടെ മലയാളത്തിൽ. നമ്മൾക്കൂടെ എപ്പോഴും ഉണ്ടാകേണ്ടത് മീഡിയാസാണ്. നമ്മളുടെ കൂടെ ഉള്ളവരാണ്. അവർക്കൂടെ ഈ കേക്ക് ഒന്ന് കട്ട് ചെയ്തൊന്ന് ഷെയർ ചെയ്താൽ they will be happy. അറിയാത്തോണ്ടാണ്. അല്ല, അതറിയാവുന്ന ഒരു പ്രശ്നമില്ല, കുഴപ്പമില്ല. പടം ജനങ്ങൾ ഇപ്പോൾ ഏറ്റെടുത്ത് കഴിഞ്ഞു. ഇപ്പം ചേട്ടൻ ഇപ്പം എന്താ പറയാനുള്ളത്? ഞാൻ അഭിനയിച്ച സിനിമയല്ലേ, അതിനെപ്പറ്റി എനിക്ക് നല്ല അഭിപ്രായം പറയാനുള്ളത്. ഏറ്റവും എന്താ പറയുക, ജനങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ് സിനിമ. ഇത് നിങ്ങളാണ് മീഡിയക്കാർ, ഇനി മറ്റുള്ളവരിലേക്കൊക്കെ എത്തിക്കുക. എല്ലാവരും നല്ല പെർഫോമൻസാണ്, എല്ലാവരും നല്ല ഡയറക്ഷൻ, എല്ലാം കേട്ടോ. താങ്ക് യു. സന്തോഷമുണ്ട്, നല്ല സന്തോഷം. ക്രൂഡ് കൂടെ കാണുന്നത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ക്രൂഡ് കൂടെ സിനിമ കാണുന്നത്. ആ എക്സ്പീരിയൻസ് ഭയങ്കര വലുതാണ്. ഒരുപാട് സന്തോഷം അത് കാണാൻ പറ്റുന്നത് എല്ലാവരുടെയും
ക്രൗഡിന്റെ കൂടെ കാണുമ്പോൾ വേറൊരു ഫീലാണല്ലോ. ഒരുപാട് സന്തോഷം ഉണ്ട് അത് ചെയ്യാൻ പറ്റി. ഞാൻ പ്രവാസിൽ ഒരു ഇമോഷണൽ ക്യാരക്ടർ അതും കുറച്ച് ഭയങ്കര പ്രശ്നത്തിലേക്ക് ആ ഒരു സിമിലാരിറ്റി അങ്ങനെ ക്യാരക്ടർ വൈസ് ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇമോഷണൽ എന്ന് പറയുന്നത് ആ വേറൊരു റേഞ്ചിലാണ് ഞാൻ പ്രകാശിച്ചിട്ടുണ്ടായത്. ഇതിലൊരു വേറെ ഡിഫറെൻറ്റ് ട്രാക്ക് തന്നെയാണ്. എല്ലാ നേരം സിനിമയിൽ അഭിനയിക്കാനും താല്പര്യമുണ്ട്. അതെ, ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ് ഫസ്റ്റ് ഓഫ് ഓൾ അവരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത്. കാരണം വിചാരിച്ചില്ല ഒരിക്കലും ആ ഒരു ഓപ്പർച്യൂണിറ്റി ഒന്നും ഉണ്ടാവുന്ന. ആ ഒരു കാര്യത്തിൽ ഒരുപാട് ഹാപ്പിയാണ്, ഗ്രേറ്റ്ഫുൾ. ഇനി ചെയ്യുന്നത് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കത്തനാണ്. ഈ പ്രേക്ഷകരെ കരയിപ്പിച്ചെന്ന് തോന്നുന്നുണ്ട് ഈ സിനിമയിൽ. ഈ സിനിമയിലോ പലരും പറഞ്ഞു കരഞ്ഞു എന്ന് പറഞ്ഞു. അനിയത്തിയും പറയുന്നുണ്ടായിരുന്നു ഇമോഷൻ എങ്ങനെയാണ് കരയുന്നത്. അങ്ങനെയാണെങ്കിൽ സന്തോഷം. അതെ, അപ്പം കൈ നാണല്ലോ.